പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജഡം ഒരു തൃണം മാത്രം. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 6-ാം തിരുലിഖിതം. വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തിനെക്കുറിച്ച് ഉദ്ഘോഷിക്കണം? ജഡം ഒരു തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂർ വലിയ കൃപയുടെ മണിക്കൂറാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന കുടുംബങ്ങളിൽ, വ്യക്തികളുടെ ജീവിതങ്ങളിൽ, ശരീരങ്ങളിൽ പ്രകടമായ അത്ഭുതങ്ങൾ, വ്യത്യാസങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ, പൈശാചിക പീഡകളിൽ നിന്നുള്ള മോചനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 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 ഒരു കുടുംബത്തിന്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രിൻസി, എൻ്റെ മോൻ ജെറോം. ഞങ്ങൾ നെടുമുടിയിൽ നിന്നാണ് വരുന്നത്. നെടുമുടിയിൽ നിന്നാണ് ഈ കുടുംബം വരുന്നത്. ഓക്കെ. എൻ്റെ കുഞ്ഞിന് കിട്ടിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവൻ ജനിച്ച് 6 മാസമായപ്പോൾ ഇവൻ്റെ വയറിൽ ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് വയറിൽ ഇങ്ങനെ വരമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി ഇരിക്കുകയായിരുന്നു. വയറയിൽ. അപ്പം ഈ കണ്ടിന്യൂസ് ഇൻഫെക്ഷൻ ആയപ്പം ഞങ്ങൾ ഡോക്ടറെ എറണാകുളത്തേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം ഇവൻ്റെ വൻകുടലിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി ആ പീസ് എടുത്ത് ബയോപ്സിക്ക് അയച്ചപ്പം വൻകുടലിൽ സെൽസ് ഇല്ല, നെർവ്സ് 20% ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർ വീണ്ടും ചെക്ക് ചെയ്തപ്പം വൻകുടലിൽ മൊത്തം ഈ നെർവ്സ് ഇല്ല, ചെറുകുടലിൻ്റെ കുറച്ച് ഭാഗത്തും നെർവ്സ് ഇല്ല. അതുകൊണ്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഞങ്ങൾ വീട്ടിൽ പോരുന്നു. പിന്നെ ഒരു 3.5 വർഷത്തിൽ ഇവന് 3.5 വയസ്സ് വരെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 3.5 വയസ്സായപ്പോൾ, അതായത് 2013 ഓഗസ്റ്റ് അവസാനം മുതൽ 2016 സെപ്റ്റംബർ 16 ഇവിടെ അഭിഷേകാഗ്നിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നിടം വരെയുള്ള 3 വർഷ കാലയളവിൽ ഞങ്ങൾ 366 ദിവസം ICUയിലായിരുന്നു. 366 ദിവസം ICUയിൽ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അല്ല, റെക്കറിങ് ആയിട്ടാണ്. 5 ദിവസം ICU കിടക്കും, 5 ദിവസം റൂമിലായിരിക്കും, വീണ്ടും വീട്ടിൽ പോരും. പിന്നെ 10-15 ദിവസം കഴിയും. ഒരു വർഷം മുഴുവനും ആശുപത്രിയിൽ. പിന്നെ 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴും ഇങ്ങനെ 5 ദിവസം വീണ്ടും അങ്ങനായി. ഇതിൻ്റെ ഈ ആശുപത്രി കിടക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ചെല്ലുമ്പോൾ തൊട്ട് ഇവൻ്റെ 2 കയ്യിൽ ക്യാൻഡിലിടും. എന്നിട്ട് കണ്ടിന്യൂസ് ഇവന് ഫുഡൊന്നും കൊടുക്കത്തില്ല. ഈ 5 ദിവസം അയാളെ 8 ദിവസം ICU കിടക്കുന്ന 8 ദിവസവും പട്ടിണിയാണ്. കണ്ടിന്യൂസ് മരുന്നും ഈ IV മാത്രമേ ഉള്ളൂ, അത് മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഇച്ചിരി കുറയുമ്പോഴാണ് ഇവന് ഫുഡ് ആഡ് ചെയ്യുന്നത്, ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്നിട്ട് അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരും. ഇവിടെ വന്ന് വീണ്ടും എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ അവന് പിടിക്കത്തില്ല, വീണ്ടും ഇതുപോലെ ഇൻഫെക്ഷൻ ആവും, ഞങ്ങൾ വീണ്ടും പോവും. ഇത് തന്നെയായിരുന്നു ഒരു കണ്ടിന്യൂസ്. ഞങ്ങൾ ICU കിടന്ന ദിവസങ്ങളാണ് ഈ കണ്ടിന്യൂസ് അല്ല, റെക്കറിങ് ആയിട്ട് കിടന്ന ദിവസങ്ങളാണ് ഈ 366 ദിവസങ്ങൾ. എന്നിട്ട് അവസാനം ഒരു പ്രാവശ്യം 22 ദിവസം പട്ടിണി കിടന്ന് എന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത്. ഈ 2016 ഈ സെപ്റ്റംബർ മാസത്തിൽ 28 ദിവസത്തോളം ഇവൻ ICUവിൽ ഒരു ഫുഡും കഴിക്കാതെ കിടക്കുക. അപ്പം ഞങ്ങൾ ഈ യൂട്യൂബിൽ എൻ്റെ മൊബൈലിൽ ഞാനൊരു 152 എപ്പിസോഡ് എടുത്തിട്ടുണ്ട് ഇവൻ അഭിഷേകാഗ്നിയുടെ. അതിങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കും, ഇവനെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഇവന് വട്ടാലച്ചൻ ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം ആളെപ്പോണ് കാണും. ഇവനെല്ലാം വട്ടാലച്ചനോട് പറയുകയാണ് ഈ എന്തെങ്കിലും അസുഖം വരുന്ന ഉടനെ പ്രാർത്ഥിക്കും, പറയും, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ 2016 ഇവിടെ അഭിഷേകാഗ്നി ഞങ്ങൾ കൂടാനിരിക്കുകയായിരുന്നു. പക്ഷെ അന്നപ്പോഴേക്കും ഇവന് ഹോസ്പിറ്റലിലായി. അപ്പോൾ അച്ഛൻ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്ന കാരണം ഇവൻ്റെ ഹെൽത്ത് ഭയങ്കര പ്രോബ്ലമായി, നമുക്ക് ഓരോ ഓപ്പറേഷനോടെ ചെയ്യാം. അതായത് അത് ഇലിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. അതിപ്പോൾ കുടൽ വയറിൻ്റെ അവിടെ ഒരു ഹോളിട്ട് കുടൽ നേരെ ഈ ഹോളിൽ കൂടെയാണ് ഇവൻ്റെ ഫുഡ് വേസ്റ്റ് പുറത്ത് തള്ളാനായിട്ട്. എന്നിട്ട് ഇവിടെ ബാഗ് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല 6 വയസ്സുള്ള കുട്ടികൾക്ക് അതൊന്നും ചെയ്തിട്ടില്ല, കുഞ്ഞു പിള്ളേർക്ക് ചെയ്യത്തുള്ളൂ, 6 വയസ്സാകുമ്പോൾ ചെയ്യുന്നത് റിസ്ക്കാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് കുഞ്ഞിനൊരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത്രയും വലിയ സീരിയസ് ആണെന്നും ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കേ അറിയത്തുള്ളൂ, മോനോടും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവന് അന്ന് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പപ്പായുടെ അച്ഛനും അമ്മയും മോളും കൂടെ ഈ 2016 സെപ്റ്റംബർ 16 ഉള്ള കൺവെൻഷൻ ഇവിടെ 7:30 ആയപ്പം വന്നപ്പോൾ അച്ഛനെ കാണാനായിട്ട് അച്ഛനിങ്ങനെ കയറി വന്നപ്പം സിഹിനോനിൽ നിന്ന് വന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ ചോദിച്ചു അച്ഛൻ എവിടേക്ക് പോവുക, അച്ഛനെ ഒന്ന് കാണണമായിരുന്നെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു, പറഞ്ഞു മോൻ ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് ആ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, അച്ചാച്ചൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാൻ മാർഗ്ഗമില്ല, കാരണം ഫോൺ കോൺടാക്റ്റ് ഒന്നുമില്ല. ഇവിടെ വന്നാൽ ഫോൺ എല്ലാവരും ഓഫ് ചെയ്യും, ഞങ്ങൾക്ക് വിളിക്കാനും മാർഗ്ഗമില്ല. അപ്പം എൻ്റെ തലേ ദിവസം ഇവൻ്റെ ഡോക്ടർ, അനസ്തീഷ്യയുടെ ഡോക്ടർ വന്ന് ഇവൻ്റെ ഹെൽത്തും പനിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഡോക്ടർ വന്ന് തിയേറ്ററൊക്കെ റെഡിയാക്കി. സാധാരണ ഡോക്ടർ വിളിച്ച് പറയും, തിയേറ്ററിൽ നിന്ന് വിളിച്ച് പറയും ICU കിടക്കുന്ന കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പറയും. അന്ന് മാത്രം ഡോക്ടർ എന്തോ പറ്റിയോ ഞങ്ങളെ കാണാനായിട്ട് ICUവിലേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾ 2 പേരും എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് ഞങ്ങൾക്കിതറിയാം. അപ്പം ഇവനോട് പപ്പ പറഞ്ഞ്, എടാ നീ ഒന്ന് നമുക്ക് അഭിഷേകം അവിടെ നടന്നുകൊണ്ടിരിക്കുക, നീ ഒരു കാര്യം ചെയ്ത് നീ ഈശോയോട് ചോദിക്കുക, അട്ടായലച്ചൻ അവിടെ എന്നാ പറയുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഈശോയോട് കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ച് ഈശോയോട് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അപ്പം പപ്പ ചോദിച്ചു എന്നാ പറഞ്ഞടാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഈശോ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അട്ടായലച്ചൻ അവിടെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ ഇവിടെ പറയുകയാണ് 10 വയസ്സുള്ള ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ വേണ്ടെന്ന് വയ്ക്കുന്നെന്ന്. ഈശോ അത്ഭുതകരമായി സഹായിച്ചാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഇന്നലെ ഇതെല്ലാം സമ്മതിച്ചാണല്ലോ, ഇന്ന് നിങ്ങൾ എന്നെ ഈ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞ് അത് ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടി സാറേ, ഞങ്ങൾക്ക് ഇത്തോനെ ഇനി ഓപ്പറേഷൻ വേണ്ട, ഇനി വരുമോ നോക്കട്ടെ അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ അന്ന് പിന്നെ ഒരു ഫുഡും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കഞ്ഞി പയറ് പപ്പടം മാത്രമേ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നത്. ചോക്ലേറ്റ് ഇറച്ചി മീനും ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഇത്രയും നാളും. ഐസ്ക്രീമും അങ്ങനൊന്നും കഴിക്കത്തില്ല. അപ്പം എന്നിട്ട് ഇപ്പോഴാണ് പതുക്കെ ഞങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2015 തന്നെ 14 പിറ്റേ ദിവസം പറഞ്ഞ് എനിക്ക് അവിടെ പോയി സാക്ഷ്യം പറയണം. അപ്പം ഞങ്ങൾ ICU കിടക്കുകയാണ്, അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടത്തില്ലല്ലോ. ഞാൻ പറഞ്ഞോളാം സാക്ഷ്യം, എനിക്കറിയാം സാക്ഷ്യം പറയും, കാരണം ഇനി 152 എപ്പിസോഡ് കണ്ട് സാക്ഷ്യം പറയാൻ പുള്ളി പഠിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമുക്ക് 1 വർഷം കഴിയട്ടെ. അപ്പം ഞങ്ങൾ പതുക്കെയാണ് ഫുഡ് ആഡ് ചെയ്ത് വന്നത്. അതുപോലെ 2017 പറയാൻ പറ്റിയില്ല. 2018 ഞങ്ങൾ കാത്തിരുന്നപ്പോഴാണ് അഭിഷേകാഗ്നി ഇവിടെ ഇല്ല. അത് പിന്നെ പക്ഷേ ഈ 19 തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമായി, പറയാമല്ലോ, അങ്ങനെ വന്നതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കംപ്ലീറ്റ് മാറി. ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. അപ്പൊ നോക്കിയ കൃത്യമായിട്ട് ഈശോ സഹായിച്ചത് കണ്ടോ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്നായി കൈയടിച്ച് ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കൈ ഉയർത്തി കൈയടിച്ച് ആമേൻ
ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചാടി എഴുന്നേൽക്കാം, നന്നായിട്ടൊന്ന് കർത്താവിനെ ആരാധിച്ച് വചനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും യുവതി യുവക്കന്മാരെയും അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ കുട്ടികളും കുഞ്ഞുങ്ങളും കുടുംബങ്ങളെല്ലാം വന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ എണ്ണമില്ലാത്ത സംഭവങ്ങളാണ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന സംഭവങ്ങൾ വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, ബാലികാ ബാലന്മാർക്ക് വേണ്ടി ഫെബ്രുവരി അവസാനത്തെ ഞായറാഴ്ചയും മാർച്ച് ആദ്യത്തെ ഞായറാഴ്ചയും 2 ദിവസങ്ങളിലായി പരീക്ഷകൾക്ക് ഒരുക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഷാലോം ചാനലിൽ അഭിഷേകാഗ്നിയിൽ സമയത്ത് അച്ഛൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ദിവസങ്ങളിൽ എല്ലാ കുട്ടികളെയും വിളിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കണം. ഇതുവരെ അഭിഷേകാഗ്നി കേൾക്കാത്ത, അഭിഷേകാഗ്നി കാണാൻ ഇതുവരെ അവസരം കിട്ടാത്ത ഒരു 5 പുതിയ കുട്ടികളോട്, ഒരു 2 കുട്ടികളോടെങ്കിലും നിങ്ങളിത് പറയണം. അതുപോലെ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ ഉപവാസം എടുത്ത് അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കുന്ന എല്ലാ ബാലികാ ബാലന്മാർക്കും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വർഷം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കുട്ടികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് അവരുടെ മേലുള്ള രോഗങ്ങൾ തടസ്സങ്ങൾ മാറി നന്നായി പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ കഠിനാധ്വാനം ചെയ്യാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. നിങ്ങൾ അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Children, let us pray together. Now you will receive a new anointing. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെയും മാറാൻ ആത്മാവിനാൽ ഉറപ്പൂട്ടണമേ. ജനതകളഖിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെയും മാറാൻ ആത്മാവിനാൽ ഉറപ്പൂട്ടണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കനല വീണ്ടും ജ്വലിപ്പിക്കണേ. സന്തോഷത്തോടെ ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കനല വീണ്ടും ജ്വലിപ്പിക്കണേ. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, ഹൃദയങ്ങൾ ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. കൈ ഉയർത്തി കൈയടിച്ച് അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കനല വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിയിറക്കണമേ, വചനത്തിൽ തീക്കനല വീണ്ടും ജ്വലിപ്പിക്കണേ. ആരാധന, ആരാധന. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിക്കുന്നു. ഓ പിതാവേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത എല്ലാ മക്കളുടെ മേൽ കാരുണ്യം തൂകണമേ. അങ്ങനെ വാത്സല്യമാവുന്ന മഞ്ഞുതുള്ളി കൊണ്ട് പൊതിയണമേ, ഏറ്റെടുക്കണമേ. അനോയിന്റിംഗ്, ഓ മൈറ്റി അനോയിന്റിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ അത്ഭുത മഹത്വം, അത്ഭുത സാന്നിധ്യം നിറയട്ടെ, നിറയട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിയ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, തകർന്ന ഹൃദയങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, തകർന്ന കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ വിദ്യാർത്ഥികളിലും അങ്ങയുടെ അത്ഭുതകരമായ വിധം അനോയിന്റിംഗ് അങ്ങിപ്പോൾ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, ഈ സമയം അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഒരു പുതിയ മുദ്ര പതിക്കണമേ, ഒരു പുതിയ തൈലം ഒഴിക്കണമേ, ഒരു പുതിയ അഭിഷേകം പകരണമേ. ജ്ഞാനത്തിൻ്റെയും കൃപയുടെയും അഭിഷേകം പകരണമേ, പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും അഭിഷേകം ചൊരിയണമേ, ഉണർവിൻ്റെയും ദൈവഭക്തിയുടെ അഭിഷേകം ചൊരിയണമേ, വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും ജ്ഞാനം പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനെയും ഓരോ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. Praise the Lord. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതമാണ് ഇന്നത്തെ വിചിന്തന വിഷയം. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തിനെക്കുറിച്ച് ഉദ്ഘോഷിക്കണം? ജഡം ഒരു തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. മനുഷ്യനൊരു പുല്ല് മാത്രം, മനുഷ്യനൊരു പുല്ല് മാത്രം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. അച്ഛൻ ധ്യാനങ്ങൾ നടത്തി 20 വർഷങ്ങൾ കടന്നു പോന്നു. പല ആളുകളെയും അച്ഛൻ ശ്രദ്ധിച്ചു, പല ശുശ്രൂഷകരെയും അച്ഛൻ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, ആത്മീയമായി പുഷ്ടി പ്രാപിക്കുന്നില്ല, ആത്മീയമായി വാടിപ്പോകുന്നു. ഞാനതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് നൽകിയ ഒരു ദൂതാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്തുകൊണ്ടെന്ന്, തൃണസദൃശമായ മനുഷ്യർ, അത് ശരിയാണ്, നമ്മൾ തീരെ നിസ്സാരരാണ്, തീരെ നിസ്സാരരാണ്. ഭൂമിയിലെ മർത്യരെല്ലാം തീരെ നിസ്സാരരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഹവ്വ, ആദ്യ മാതാവായ ഹവ്വ, ആദ്യ പിതാവായ ആദം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഭാവിയായ ഒരപ്പൻ്റെയും ഭാവിയായ ഒരമ്മയുടെയും സംയോഗത്തിലൂടെ വന്ന ജീവിതങ്ങളല്ല ആദം ഹവ്വ. വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ രൂപം കൊടുത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചു, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു ആദത്തെയും ഹവ്വയെയും. എന്നാൽ ഹവ്വ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു പഴം സർപ്പം ഹവ്വയെ കാണിച്ചു. ആ പഴത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹവ്വ ആ തോട്ടത്തിലൂടെ നിരന്തരം നടക്കുന്നയാളാണ്. പലപ്പോഴും ഈ പഴം കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു സമയം, ഒരു മുഹൂർത്തം, സർപ്പം കൗശലപൂർവം അതിൽ ആകർഷണ ശക്തി നിവേശിപ്പിച്ചു. ഇപ്പോൾ ഹവ്വയ്ക്ക് പഴം കാണുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ആകർഷണം, നിയന്ത്രിക്കാൻ പറ്റാത്ത ആകർഷണം, നിയന്ത്രിക്കാൻ പറ്റാത്ത ആകർഷണം. ആ പഴത്തെക്കുറിച്ച് പറയാണ്, അത് കണ്ണിന് കൗതുകകരം. വീണ്ടും വചനം പഠിക്കുകയാണ്, അത് അഭികാമ്യം, അത് ബെറ്ററായി തോന്നി, അത് നല്ലതായി തോന്നി, അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം കൊണ്ടുവരുന്നതായി തോന്നി. മൊബൈൽ കാണുമ്പോഴും കമ്പ്യൂട്ടർ കാണുമ്പോഴും ഓരോന്ന് കാണുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, അത് അഭികാമ്യമാണ്. ഇറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ ഫോർ മൈ സ്റ്റഡീസ്, ഇറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ ഫോർ മൈ ഫ്യൂച്ചർ ലൈഫ്. അങ്ങനെ വിചാരിച്ചാണ് ഓരോന്ന് നമ്മൾ ശേഖരിക്കുന്നത്. അഭികാമ്യമായി തോന്നി. അടുത്തത് പറയുന്നത് എങ്ങനെയാണ്? അത് ആസ്വാദ്യമായിരുന്നു,
അത് വളരെ കൊതി ഉണ്ടാക്കുന്നതായിരുന്നു. ടേസ്റ്റി, ആസ്വാദ്യം, ഹൃദയത്തിനും വായിക്കും നാവിനും എല്ലാത്തിനും ഉദരത്തിനും ആസ്വാദ്യമായിരുന്നു അത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നേരിട്ട് സൃഷ്ടിച്ച, ദൈവം നേരിട്ട് രൂപം കൊടുത്ത, ദൈവം നേരിട്ട് നോക്കിക്കൊണ്ടിരുന്ന, ഡെയിലി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഹൗവ അവിടെ വീണുപോയി. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. എന്തൊരു ഭയാനകമായൊരവസ്ഥയാണ്. അത്രയും ദൈവത്തോട് ബന്ധം, പാപത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ആളാണ്. പക്ഷേ തിന്മയുടെ ആകർഷണ ശക്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? ഈ ആകർഷണ ശക്തി ഇന്ന് തിന്മയ്ക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഹവ്വായേക്കാൾ കൂടുതൽ ശക്തനാണ് നാം എന്നാണോ വിചാരിക്കുന്നത്? സോളമനേക്കാൾ കൂടുതൽ ശക്തനാണ് നാം എന്നാണോ വിചാരിക്കുന്നത്? ദാവീദിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണെന്നാണോ വിചാരിക്കുന്നത്? ഇവർക്കെല്ലാം ദൈവത്തോട് കൂടെ നടന്നതിൻ്റെ ദൈവികമായ ഒരുപാട് ബാക്ക് ഹിസ്റ്ററി ഉള്ളവരാണ്. പക്ഷേ കൗതുകകരം, ആസ്വാദ്യം, അഭികാമ്യം എന്ന് തോന്നിയ പലതും അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർ ദൈവസന്നിധിയിൽ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു എന്നൊരനുഭവത്തിലായിപ്പോയി. ഇതാണ് പച്ചയായ മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും തകർന്ന പശ്ചാത്തലങ്ങളിൽ നമ്മൾ എത്രയോ കൂടുതലായി ഇതുപോലുള്ള പ്രഹരങ്ങൾക്കും ഇതുപോലുള്ള തകർച്ചകൾക്കും വശംവദരാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളൊരു ഉടമ്പടി ചെയ്യണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം. നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്യണം. നാവിന് രുചിയുള്ള ആഹാരം അത് അന്വേഷിക്കും. നാവിൻ്റെ രുചിക്കനുസരിച്ച് ആഹാരം അന്വേഷിച്ചാൽ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ കരിഞ്ഞു പോകും, നമ്മൾ വാടിപ്പോകും. കണ്ണ് ഇമ്പമുള്ള കാഴ്ചകൾ അന്വേഷിക്കും. ആ കണ്ണിൻ്റെ ഇമ്പമുള്ള കാഴ്ചകൾ അനുസരിച്ച് കാണാൻ പോയാൽ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, ആത്മീയമായി വാടിപ്പോകും. മനസ്സിന് ദുരാശ അനുസരിച്ച് കണ്ണിൻ്റെ ദുരാശയുണ്ട്, നാവിന് ദുരാശയുണ്ട്, മനസ്സിന് ദുരാശയുണ്ട്, ഇന്ദ്രിയങ്ങളുടെ ദുരാശയുണ്ട്. അതിനെ തൃപ്തിപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പുല്ല് കരിയും, പുഷ്പം പാടും. ദൈവമായ കർത്താവുമായുള്ള ബന്ധം എല്ലാം ക്ഷയിച്ചു പോകും. ജോബിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം എങ്ങനെ പറയണത്? എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്ന മനുഷ്യരിൽ എത്രയധികമായി തിന്മ വേരുവാകും, കുറ്റം ഉണ്ടാകും. ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം. We are always in a possibility to sin. അതുകൊണ്ട് കരണീയമായിട്ടുള്ള വഴി കർത്താവ് കാണിച്ചു തരികയാണ്. എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ കർത്താവിനോട് ഉടമ്പടി ചെയ്യണം. എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ കർത്താവിനോട് ഉടമ്പടി ചെയ്യണം. എൻ്റെ നാവ് കൊണ്ട് എൻ്റെ കർത്താവിനോട് ഉടമ്പടി ചെയ്യണം. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എൻ്റെ കർത്താവിനോട് ഉടമ്പടി ചെയ്യണം. എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനോട് ഉടമ്പടി ചെയ്തിരിക്കണാൽ ഇമ്പമുള്ളവ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പഠിപ്പിങ്ങനെയാണ്: വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധനയുടെ സമയത്ത്, ദൈവമേ, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയോട് ഉടമ്പടി ചെയ്ത് ആത്മീയമായി കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുലിഖിതം. ദാനിയേൽ പറഞ്ഞു, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാനീയങ്ങളും ഭക്ഷണവും കിടപ്പും യാത്രയും ഒന്നും പാപമല്ല. എന്നാൽ സുഖലോലഭത എന്നെ കീഴ്പ്പെടുത്തിയാൽ,
എന്നാൽ കണ്ണിൻ്റെ ദുരാശ എന്നെ കീഴ്പ്പെടുത്തിയാൽ, മനസ്സിൻ്റെ ദുരാശ എന്നെ കീഴ്പ്പെടുത്തിയാൽ അത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആരംഭമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ 1 കൊരിന്തോസ് 6:12 രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയമക്കളെ, ഇന്ന് മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കണം. ഏത് ലോക വസ്തുവാണ് നിൻ്റെ മനസ്സിനെ അടിമപ്പെടുത്തുന്നത്? നിന്നെ അടിമപ്പെടുത്തുന്ന വ്യക്തികൾ, നിന്നെ അടിമപ്പെടുത്തുന്ന പദാർത്ഥങ്ങൾ, സുഖലോലുപതകൾ, ലോക വസ്തുക്കൾ, ലോകസുഖങ്ങൾ, അത് നിൻ്റെ ആത്മീയ വളർച്ചയുടെ തടസ്സമാണത്. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ സകലരുടെ മേൽ കൃപ വർഷിക്കാൻ കഴിയുന്നവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ബലഹീനതയെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചപ്പോൾ നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവൻ ഇതാ നമ്മുടെ മുമ്പിൽ. 2 കരങ്ങളും അവൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ബലഹീനതകൾ കൊണ്ട് വേദനിക്കുന്ന ആത്മാക്കൾ, വേദനഹീനത കൊണ്ട് വേദനിക്കുന്ന മക്കളെ, ഈ സമയം യേശുവിനെ തന്നെ വിളിക്കുക. യേശുവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം, എനിക്ക് അങ്ങയെ വേണം. അങ്ങയെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങയെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കർത്താവേ. പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, ഇതുപോലെ ഞങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾ നിലത്ത് വീണ വെള്ളത്തുള്ളികൾ പോലെയായി മാറും കർത്താവേ. അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ജീസസ്, ജീസസ്, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ജീസസ്, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അനേകരുടെ മേൽ വലിയ അഭിഷേകങ്ങൾ ഇപ്പോൾ വ്യാപരിക്കുന്നു. ഈശോയിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി വീണ്ടും സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ.